പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ഫിലിപ്പ് ജോസഫാണ്. അദ്ദേഹം മുനമ്പത്തിൻ്റെ സമരത്തിൻ്റെ നെടുന്തൂണാണ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നിരാഹാര സമരം തുടങ്ങുന്നത് അങ്ങാണ്. ഞാൻ രണ്ടാം ദിവസമാണ് ഞാനും എൻ്റെ ഭാര്യയും നിരാഹാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശരിക്കും മുനമ്പം എന്താണ് പ്രശ്നമെന്ന് ഏറെക്കുറെ ജനങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. എങ്കിലും അതൊന്ന് ചുരുക്കി അത് തുടങ്ങിയിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെ കാണുന്നു? മുനമ്പം സമരത്തെക്കുറിച്ച് എനിക്ക് അധികം പറയേണ്ട ആവശ്യമില്ല. ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മുനമ്പം സമരം എങ്ങനെ ഏത് രീതി കാരണമാണ് ഉണ്ടായതെന്നും ആരാണിത് സൃഷ്ടിച്ചതെന്നും മുനമ്പം ജനത പിന്നീട് പോയ പല വഴികൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ മുനമ്പം സമരത്തിൻ്റെ യഥാർത്ഥ ഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നേക്ക് ഒരു മാസമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് നമുക്ക് വളരെ സുപ്രധാനമായ ഒരു വിധി, വളരെ വാല്യുബിളായിട്ടുള്ളൊരു വിധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഒരു മാസമായിട്ടും ഈ വിധിക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി കോടതിയിലേക്ക് പോയത് ഇപ്പോഴത്തെ സർക്കാരാണ്, LDF സർക്കാരാണ്. അവർക്ക് ഇത്രയും നല്ലൊരു വിധി അവർക്ക് കിട്ടിയതിന് ശേഷം, പക്ഷേ വിധി ഉണ്ടായതിന് ശേഷം ഇപ്പോൾ മുനമ്പത്തെ തീർത്തും അവഗണിച്ചിട്ടിരിക്കുകയാണ്. കാരണം അതിനുള്ള ഇത്രയും നല്ലൊരു വിധി ഇവർ വന്നതിന് ശേഷം ഇവർക്കറിയാവുന്നൊരു കാര്യമാണ്, എന്തായാലും ഞങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഹയർ കോർട്ട്സിലേക്ക് പോകും, സുപ്രീം കോടതിയിലേക്ക് പോകും. അതിപ്പോൾ ഞങ്ങൾക്ക് എതിര് നിൽക്കുന്നത് വഖഫ് ബോർഡുണ്ട്, വഖഫ് സംരക്ഷണ സമിതിയുണ്ട്, വഖഫ് സംരക്ഷണ വേദിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കേസിന് പോയൊരു സർക്കാരിൻ്റെ നിലയിൽ അവരുടെ ഏറ്റവും വലിയൊരു കടമയാണ് അറ്റ്ലീസ്റ്റ് ഒരു കാവിയറ്റ് എങ്കിലും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതുവരെയും അതിന് പോയിട്ടില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പം ഞങ്ങൾ അറിവനുസരിച്ച് സർക്കാരിൻ്റെ, അതായത് LDF സർക്കാരിൻ്റെ ഒത്താശയോടെ വഖഫ് ബോർഡ് ഇപ്പോൾ ഈ ഇരിക്കുന്ന സർക്കാരിൻ്റെ കീഴിൽ വരുന്നൊരു ഓർഗനൈസേഷനാണ്. വഖഫ് ബോർഡ് കൂടാതെ വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി, ഇവരെല്ലാവരും ഹയർ കോർട്ടിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് ഒരു റിവ്യൂ പെറ്റീഷനായിട്ട് പോകാൻ അതിനെല്ലാ അവസരങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. കാരണം അതിനുള്ളൊരു തെളിവാണ്, ഒരു മാസം ഉണ്ടായിട്ട് യാതൊരു കാര്യങ്ങളും സർക്കാരിൻ്റെ വശത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും ഒരു പേപ്പറുമായി വന്ന് താലൂക്ക് ഓഫീസിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെട്ടത്. അപ്പോൾ അതിനും എബവ് ആയിട്ട്, കാരണം ഇത് ഒരു കാരണവശാലും വഖഫല്ല, ഇതൊരു തട്ടിയെടുക്കാൻ വേണ്ടി സൃഷ്ടിച്ചൊരു കഥയാണെന്നും എല്ലാം 129 പേജ് വരുന്നൊരു വിധി, ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നുണ്ടായിട്ടും സർക്കാർ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു മുനമ്പത്തുകാരൻ എന്ന നിലയിൽ ഒരു സംഘടിത മതവിഭാഗത്തിന് വേണ്ടി അവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണെന്നാണ് എൻ്റെ നിഗമനം. അതാണ്. ഇപ്പോൾ സമരം ഇപ്പോഴും തുടരുകയാണല്ലോ. സമരത്തിന് ഒരു സന്ധിയും ചെയ്യാതെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സമരം ഇങ്ങനെ നീണ്ടുപോയാൽ എത്ര കാലം നീണ്ടുപോകും? എത്ര കാലം ഈ പറയുന്ന ഒരു സംഘർഷത്തിൻ്റെ മനസ്ഥിതിയുമായിട്ട് ജനങ്ങൾ കഴിയും? സമരം ആരംഭിച്ചപ്പോൾ സമരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു തീരുമാനമായിരുന്നു, നമ്മളുടെ റവന്യൂ അവകാശങ്ങൾ എന്ന് പുനഃസ്ഥാപിക്കപ്പെടുന്നുവോ, നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ ഒരു റവന്യൂ അവകാശങ്ങൾ മാത്രമല്ല, കൈമാറ്റം ചെയ്യാനുള്ള അവകാശങ്ങൾ, പല അവകാശങ്ങളും ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, അതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു കളയപ്പെട്ടൊരു ജനതയാണ് ഞങ്ങൾ. അപ്പോൾ അതെന്ന് തിരിച്ചു കിട്ടുമ്പോൾ അന്ന് നമ്മളത് സമരം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ റൈറ്റ് നൗ ഇത്രയും നല്ലൊരു വിധി ഉണ്ടായിട്ടും തീർത്തും അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ മുനമ്പം 1-ാം വാർഡ് ഇപ്പം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു, എന്നിട്ടും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം. അതാണ്. ശരിക്കും ഈ പറയുന്ന വഖഫിൻ്റെ പ്രശ്നം തന്നെയാണോ, അതോ ഇതിന് പിന്നിൽ മറ്റ് വേറെന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്നുള്ളതാണ്? ഇത് വഖഫിൻ്റെ ഇതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാലും, ഇതിൻ്റെ പിന്നിലേക്ക് നല്ലൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ജിഹാദിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം നമ്മൾ പല ജിഹാദുകളെക്കുറിച്ച് കേൾക്കേണ്ടതുണ്ട്. അതിലൊരു ജിഹാദാണ് ലാൻഡ് ജിഹാദ്. ഇപ്പം ഞങ്ങൾ അനുഭവിച്ചത് കാരണമാണ് ഞങ്ങൾ ഇതിൻ്റെ പിന്നിലേക്ക് പോയി, ഇതിൻ്റെ പിന്നിലേക്ക് പഠനങ്ങളും കാര്യങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ, ഒരു മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ ഞങ്ങളിലേക്കാവുന്ന രീതിയിൽ ഞങ്ങളിതിൻ്റെ പിന്നിലേക്ക് പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, മുമ്പ് കേരളത്തിൽ ടെററിസത്തിൻ്റെ ഒരു ഹബ്ബായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിന് കേന്ദ്ര സർക്കാർ കരങ്ങൾ നീട്ടി തുടങ്ങിയപ്പോൾ ലക്ഷദ്വീപിൽ അവരുടെ കാര്യങ്ങൾ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു തീരം തേടി ഈ തീവ്രവാദ ബന്ധമുള്ളവർ, ഞാൻ ഒരിക്കലും
മറ്റുള്ള ആൾക്കാരെയല്ല ഞാൻ പറയുന്നത്, ഒരു ചെറിയൊരു കൂട്ടം ആൾക്കാർക്ക് അവർക്കൊരു തീരം ആവശ്യമായിരുന്നു. അപ്പോൾ അവർ പല തീരങ്ങളും തേടിപ്പോയപ്പോൾ അതിൽ ആദ്യം അവർ സെലക്ട് ചെയ്തൊരു തീരമാണ് മുനമ്പം. കാരണം മുനമ്പം പുരാണ കഥകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുസിരിസ് ഹാർബറാണ്. മുസിരിസ് എന്ന് പറയുന്ന പട്ടണം മുനമ്പത്തിൻ്റെ മുന്നിലൂടെയാണ് ഈ മുസിരിസിലേക്ക് പോകാൻ പറ്റുന്നത്. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു നാച്ചുറൽ ഹാർബർ മുനമ്പം കഴിഞ്ഞിട്ടേ കേരളത്തിലുള്ളൂ. അതിലുപരി മെക്കനൈസ്ഡ് ഫിഷിംഗ് സിസ്റ്റത്തിൽ, മെക്കനൈസ്ഡ് ഫിഷിംഗ് വെസൽസിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി, അതായത് ഇപ്പോൾ റൈറ്റ് നൗ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നാവിഗേഷണൽ ടെക്നോളജി ആയാലും ഏത് രീതിയിലായാലും ദ ബെസ്റ്റ് ഫിഷർമെൻ ഇൻ ഇന്ത്യ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മുനമ്പം പച്ചമീൻ എന്നാണ് എല്ലായിടത്തും ചെയ്തത്. കാരണം അത് മുനമ്പത്തിൻ്റെ ഒരു വലിയൊരു നേട്ടമാണ്. ബിക്കോസ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ആ ക്ലെൻലിനെസ്, അതായത് ഞങ്ങളുടെ ഹൈജീൻ, അത് ആ മുനമ്പത്തു നിന്ന് പോകുന്ന ബോട്ടുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തീരം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ തീവ്രവാദം മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഹബ്ബാണ്. അപ്പോൾ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ഇവരേത് രീതിയിലെങ്കിലും നമുക്ക് ചവിട്ടി പുറത്താക്കാം എന്നുള്ളൊരു ധാരണയോടെ വഴി വന്നതാണ്. പക്ഷേ അവരവിടെ മറന്നുപോയ കാര്യങ്ങളുണ്ട്. മനുഷ്യരല്ലാതെ അവിടെ കുറച്ച് മനുഷ്യർ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു അമ്പലമുണ്ട്, അവർ തൊഴുതു നിൽക്കുന്ന 2 അമ്പലങ്ങളുണ്ട്. അതിലുപരി ക്രിസ്ത്യാനികളായ ഞങ്ങളെല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്. അപ്പോൾ ഈ ചില ഫാക്ടേഴ്സാണ് ഞങ്ങളെ രക്ഷിച്ചത്. കാരണം വഖഫ് ബോർഡ് എന്താണെന്നും ഈ വഖഫ് ബോർഡ് എന്താണെന്നും വഖഫ് ബോർഡിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഒരു സാധാരണക്കാരൻ അറിയില്ല. എനിക്ക് തന്നെ എത്രയോ നാളുകളെടുത്തത് എന്താണ് ഈ വഖഫ് ബോർഡും എന്താണ് ഇവരുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഈ വഖഫ് ബോർഡിൻ്റെ ഈ പ്രശ്നം വന്നതിന് ശേഷം, ഞങ്ങൾക്ക് ഈ നിയമ തടസ്സങ്ങളെല്ലാം വന്നതിന് ശേഷം ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ ഉണ്ട്, നിങ്ങളവിടെ പോയി കാണണം. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അന്ന് വഖഫ് ബോർഡിൻ്റെ CEO ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം എൻ്റെ സഹോദരനോട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾക്കറിയാൻ പാടില്ല ഞങ്ങൾ ആരാണെന്ന്, ഞങ്ങളുടെ കേപ്പബിലിറ്റി അറിയാൻ പാടില്ല, ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നിങ്ങൾക്കറിയാൻ പാടില്ല, ഞങ്ങളുടെ ലീഗൽ സ്ട്രെങ്ത് നിങ്ങൾക്കറിയാൻ പാടില്ല. നിങ്ങൾ ഒരു ദിവസം മനസ്സിലാക്കും ഞങ്ങൾ ആരാണെന്നും നിങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും, നിങ്ങൾ കയ്യേറ്റക്കാരാണെന്ന് പറയണം. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ 6ാം തലം, ഇപ്പം ഞാൻ 5th ജനറേഷൻക്ക്, നമ്മൾ ഇത്ര തലമുറയായിട്ട് താമസിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകണം. അതിന് സപ്പോർട്ടായിട്ട് ഒരു അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ചതി ഞങ്ങളോട് ചെയ്തത് UDF ആണ്. UDF ആണ് ഈ കിരാത നിയമം സൃഷ്ടിക്കുകയും ഏതൊരു വ്യക്തിയുടെയും ഇന്ത്യയിൽ ഇപ്പോൾ ഈ കാണുന്ന വീട് വരെയും അവർക്ക് വേണമെങ്കിൽ മുന്നിൽ നിന്നിട്ട് 3 പ്രാവശ്യം വഖഫ് എന്നായി കഴിഞ്ഞാൽ അവർക്ക് വഖഫിലേക്ക് എടുക്കാം. ആ ഒരു നിയമം ഉണ്ടാക്കി കൊടുത്ത UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നീട് വന്ന സർക്കാരുകൾ അവരെ പ്രൊമോട്ട് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല. അപ്പോൾ അന്ന് വഖഫ് ബോർഡിൻ്റെ CEO ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞങ്ങളന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അവർ പറഞ്ഞു അന്ന് എത്രയോ ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ളൊരു സംഘടനയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരു പാരാമീറ്റേഴ്സിനെയും കവർ ചെയ്യാൻ പറ്റാത്ത ഒരു ലിമിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരു 20 ഫാമിലീസ് ഉണ്ടാവും വെച്ചാണെങ്കിൽ ഈ ഒരു 1ാം വാർഡിൽ ഒരു 20 ഫാമിലീസ് ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. ബാക്കി എല്ലാവരും ഡേ ടു ഡേ നീഡ്സ് അങ്ങനെ പോകുന്ന സാധാരണ ഫിഷർമാൻ, പല കൽപ്പണിക്കാരുണ്ട്, മരപ്പണിക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, പിന്നെ പല പെയിൻറ്റർമാരുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ട ഒരു ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ വഖഫ് ബോർഡിൻ്റെ ആണിക്കല്ലടിക്കുന്ന ആദ്യത്തെ സ്ഥലമായിരിക്കുള്ളൂ നിങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ആകെയുള്ളൊരു ധൈര്യം ഞങ്ങളുടെ അമ്പലങ്ങളും ഞങ്ങളുടെ പള്ളിയിലുള്ള മാതാവിൻ്റെ മാത്രം സാക്ഷി നിർത്തി പറഞ്ഞാണ്. പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചു? ഈ വഖഫ് ബോർഡിൻ്റെ ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവരെടുത്ത് ചവിട്ടുകൊട്ടയിലെറിഞ്ഞു. അവർ കാരണം പല ആൾക്കാർക്കും, എത്രയോ ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ചെയ്ത സമരം ഒരു ചെറിയൊരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ ഒരു ചെറിയ സമരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇറ്റ്സ് ഇൻ്റർനാഷണൽ ഫെയിം സമരമാണത്, പാൻ ഇന്ത്യ ലെവലിൽ. കാരണം ഇന്ന് നമ്മുടെ സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ പോയി. ഉദാഹരണത്തിന് ഇപ്പോൾ നരേന്ദ്രമോദി സാറിൻ്റെ അടുത്ത് മുനമ്പം 1ാം വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇന്ന് പാർലമെൻറ്റിൽ അറിയാത്തത്?
ഏതൊരു ഇതാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഈ വീടിരിക്കുന്ന സ്ഥലം വാർഡെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡായി ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടു. ഞങ്ങളുടെ പരിശ്രമങ്ങളിലൂടെ ഞങ്ങൾക്കത് പുറം ലോകത്തിന് കാണിക്കാൻ പറ്റി. ഒരു ചെറിയ കൂട്ടം മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ വമ്പന്മാരെല്ലാം ചവിട്ടി പുറത്താക്കാൻ പറ്റുമെന്ന് ഞങ്ങളത് തെളിയിച്ചു.